കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുൻ മന്ത്രി വീണ ജോർജിനെ കെഎസ്യു പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രഖ്യാപിച്ച തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചേക്കും. കരിങ്കൊടി പ്രതിഷേധം വധശ്രമമാക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. പിണറായി വിജയൻ മുതൽ മുൻ സ്പീക്കർ എൻ ഷംസീർ വരെയുള്ളവരെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടിവരും. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെ ഫെബ്രുവരി 25-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന കരിങ്കൊടി പ്രതിഷേധത്തെക്കുറിച്ചാണ് സർക്കാർ കഴിഞ്ഞ ദിവസം തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി കെഎസ്യു ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. UDF അധികാരത്തിൽ എത്തിയതിനു ശേഷം വധശ്രമ വകുപ്പ് ഒഴിവാക്കി മന്ത്രിക്കെതിരായ ഈ കരിങ്കൊടി പ്രതിഷേധം വൻ രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടാക്കിയിരുന്നത്. വീണ ജോർജ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലും കഴിഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ വലിയ ഗൂഢാലോചന നടന്നതായി കാട്ടി അഡ്വക്കേറ്റ് TO മോഹനൻ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തുടരന്വേഷണത്തിന് തീരുമാനിച്ചത്. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലാകും ഈ കേസിന്റെ തുടരന്വേഷണം നടക്കുക. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് DGPക്ക് നൽകിയ നിർദ്ദേശം. സ്പീക്കറായിരുന്ന AM ഷംസീറും കരിങ്കൊടി സമയത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. വീണ ഷംസീറുമായി സംസാരിച്ച ശേഷമാണ് കരിങ്കൊടി സമരം അക്രമവും വധശ്രമവുമൊക്കെ ആയതെന്നാണ് KSUവിന്റെ ആരോപണം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഷംസീർ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 നേതാക്കൾ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടിയും വന്നിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ ജാമ്യം കിട്ടാനും വൈകി. തുടരന്വേഷണം ഗൂഢാലോചനയിലേക്കും കടന്നാൽ പിണറായിയുടെയും ഷംസീറിന്റെയും അടക്കം മൊഴിയും രേഖപ്പെടുത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.